കട്ടൻ ചായയിലും ചീസ് മണ്ണിലും നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും ചീസ് മണ്ണും കഴിച്ചു. പിന്നെ ഒരു 10-11 മണിയായപ്പോഴത്തേക്കും ഞാൻ കറിയൊക്കെ വെച്ച് റെഡിയാക്കി. അപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ക്യാറ്റ് വ്ളോഗാണ് കേട്ടോ. ഈ ഇരിക്കുന്നയാളാണ് നമ്മുടെ മെയിനാണ്. അപ്പോൾ ഞാനിതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. കുഞ്ഞനെന്നാണ് ഞാൻ ഇതിന് പേരിട്ടിട്ടുള്ളത്. ആക്ച്വലി ഇത് മാത്രമല്ല 3 പൂച്ചക്കുട്ടികളുണ്ട്. അപ്പോൾ ബാക്കി 2 കാണുന്നില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ സ്റ്റോറി ഞാൻ പിന്നാലെ പറയാം കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ കുഞ്ഞെന്നാട്ടോ പേരിട്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 3 ഉള്ളതിൽ ഏറ്റവും കുഞ്ഞ് ഇതാട്ടോ. ബാക്കിയെല്ലാം കുറച്ചുകൂടെ സൈസ് ഉണ്ട്. ഇത് നല്ല കുഞ്ഞ് പാറ്റ പോലെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എന്നോട് വലിയ കൂട്ടുകിട്ടൊന്നുമില്ല. എന്നോട് നല്ല ചീറ്റലും വഴക്കിലും കുറച്ച് വയലൻ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് സൈലൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാലേ, ഞങ്ങളുടെ വീടിൻ്റെ പിറകിൽ നമ്മുടെ വിറകൊക്കെ വെച്ചിരിക്കുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ ടാർപ്പ വെച്ചിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ ഷീറ്റ്. അപ്പോൾ ഞാനിങ്ങനെ അടുക്കളയിൽ നമുക്ക് കുക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്തോ ഒരു ചെറിയ കുഞ്ഞ് മിയാവ് ശബ്ദം. അപ്പോൾ ഓൾറെഡി നമ്മുടെ വീട്ടിലിവിടെ പ്രസവിച്ചിട്ടിട്ട് ഏകദേശം ഒരു 3-4 ആഴ്ച ആയിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തൊട്ടേ ഇതിങ്ങളെ പോയി നോക്കുന്നതാണ്. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോഴത്തേക്കും തള്ളപ്പൂച്ച വേറെ സ്ഥലത്തോട്ട് മാറ്റും. പിന്നെ ഞങ്ങൾ ആ സ്ഥലം കണ്ടുപിടിച്ചെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും അടുത്ത സ്ഥലത്തോട്ട് മാറ്റും. അപ്പോൾ പൊതുവേ ഇങ്ങനെ പൂച്ചകൾ 7 വീട് മാറുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ തന്നെ ഓരോരോ സ്ഥലത്തോട്ട് മാറുകട്ടോ ചെയ്യുന്നത്. അതായത് ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അടുത്ത സ്ഥലത്തോട്ട് മാറും, അങ്ങനെയാട്ടോ ചെയ്യുന്നത്. കാരണം വേറെന്ന് വെച്ചാൽ വേറൊരിതും സേഫ് അല്ല. കാരണം ബാക്കി എല്ലായിടത്തും പട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ പട്ടികളൊക്കെ കടിച്ച് കൊല്ലാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ വശത്ത് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊണ്ടുവയ്ക്കുന്നത് കേട്ടോ. മെയിനായിട്ട് മാറ്റി കൊണ്ടുവന്ന് എന്നെ പേടിച്ചിട്ടാണ്. ഞാൻ ഇതുപോലെ പൂച്ചേനെ എടുക്കും കേട്ടോ. അപ്പോൾ ഈ തള്ളപ്പൂച്ചയെ കുഞ്ഞിലെ നമ്മൾ ഈ പൂച്ചകളെടുത്ത് അത് മാറും, അത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് പൂച്ചകളെ കാണുമ്പോൾ എടുക്കാതിരിക്കാൻ തോന്നത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ പണ്ടോട്ടെ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടോട്ടെ ഞങ്ങളുടെ വീട്ടിൽ പൂച്ചകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ വന്ന ശേഷം എനിക്കിവിടെ പെറ്റ്സൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഒരിതില്ലായിരുന്നു. എന്താ പറയുക, നമുക്ക് പെറ്റ്സൊക്കെ ഉള്ളപ്പോൾ നമുക്കൊരിതല്ലേ, നമുക്കൊരു കൂട്ട് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഇതല്ലേ. അപ്പോൾ അതൊന്നുമില്ലാത്തത് എനിക്ക് എന്തോ പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു പേർഷ്യൻ ക്യാറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഇടയ്ക്ക് വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്ന ആളാണ്. എപ്പോഴും നിൽക്കത്തില്ല, വല്ലപ്പോഴും വരും, എന്നിട്ട് തിരിച്ച് പോകും കേട്ടോ. അങ്ങനെ പെറ്റ്സൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമല്ലേ, നമുക്കവർ നോക്കിയിരിക്കാനും കളിപ്പിക്കാനും ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ ടാർപ്പന മണ്ടയിൽ ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതായത് മുകളിൽ എന്തോ ടെറസിൻ്റെ മണ്ടയിലായിരുന്നു കൊണ്ടിട്ടത് തള്ളപ്പൂച്ച ആദ്യം. അപ്പോൾ അവിടെ നിന്ന് ഉരുണ്ട് വീണതാവാനാ ചാൻസ്. അപ്പോൾ ടാർപ്പൂല ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. കുറേ പ്രാവശ്യം മിയോ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തള്ളപ്പൂച്ചയൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ വേഗം പോയി എടുത്തിട്ടിങ്ങ് പോന്നു. ഒന്നാമതേ ഞാൻ കാത്തിരിക്കുമായിരുന്നു ഇതിനൊന്ന് കൈ കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ വന്ന് പെട്ടു. അപ്പം ഞാൻ ആദ്യം എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും നന്നായിട്ട് എന്നോട് ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ചീറ്റുന്നുണ്ടായിരുന്നു, ഭയങ്കര കുറുമ്പായിരുന്നു ആദ്യം. ഒരു വയലൻ്റ് ആയിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആളൊന്നും സൈലൻ്റായി. ഞാൻ കൊഞ്ചിച്ച് കുറച്ച് നേരം എൻ്റെ കൂടെ കൊണ്ടിരുത്തിയപ്പോഴത്തേക്കും ആളൊന്നും ഫ്രണ്ട്ലി ആയി കേട്ടോ. അപ്പോൾ കണ്ണു തുറന്നിട്ട് ഏകദേശം 2 ആഴ്ചത്തോളം ആവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് നടക്കാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ തത്തി നടക്കും ചെറുതായിട്ട്, അല്ലാണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. കാണാനെന്നില്ല ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര പേടിയാണ്. ഇച്ചിരി ഉള്ളത്, അതുകൊണ്ട് തന്നെ നല്ല പേടിയാണ്. അപ്പം ഞാനുമായിട്ട് ഇപ്പോൾ ഓക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചൂട് പറ്റി ഇങ്ങനെ പതിയെ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. കുറച്ചൊക്കെ നടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വീണ് പോകും കേട്ടോ. അങ്ങനെ വലുതായിട്ട് സ്ട്രോങ് ഒന്നും ആയിട്ടില്ല, ഇച്ചിരി ഇല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഫുഡ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നെ കൊടുക്കാൻ അതാപ്പണം ഇച്ചിരി ഇല്ലേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി കൂടെ വലുതായെങ്കിൽ നമുക്ക് കുറച്ച് പാലൊക്കെ തിളപ്പിച്ച് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമായിരുന്നു. അപ്പോൾ അതിനുള്ള കഴിക്കാനുള്ളതൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്കതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാനിങ്ങനെ എൻ്റെ അടുത്ത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ നോക്കിയപ്പോൾ തള്ളപ്പൂച്ചേനെ ഓരോരുത്തൻ കണ്ടില്ല. കുറേ പ്രാവശ്യം നോക്കി തള്ളപ്പൂച്ചേനെ, എന്നിട്ടും കണ്ടില്ല കേട്ടോ. ഇടയ്ക്ക് ഞാനൊരു ഇതിട്ടിരുന്നു ഇതിന് മുന്നേ, അതാണ് ഇതിൻ്റെ തള്ളപ്പൂച്ച കേട്ടോ. അപ്പോൾ ഈ പൂച്ച കിട്ടിയ ശേഷം എൻ്റെ കൈ വന്ന ശേഷം ഞാൻ തള്ളപ്പൂച്ചയെ നോക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പ്രാവശ്യം കരയുന്നുണ്ടായിരുന്നു.
അപ്പോൾ തള്ളപ്പൂച്ചയെ കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ തള്ളപ്പൂച്ച കണ്ടില്ല ആ ടൈമിൽ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വന്നാലും കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും ഇതിനെ കൊണ്ട് സ്ഥലം മാറ്റി വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് കൊടുക്കാൻ എനിക്ക് നല്ലോണം മടിയുണ്ടായിരുന്നു. ഞാനിങ്ങനെ പാത്ത് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ച പറയുന്നുണ്ടായിരുന്നു വേഗം തിരിച്ചു കൊണ്ടെടുക്കുക, തള്ളപ്പൂച്ച വരും, തള്ളപ്പൂച്ച നിന്നെ കടിക്കുമെന്ന്. പക്ഷെ തള്ളപ്പൂച്ചയെ കണ്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ കൊടുക്കുക? അപ്പോൾ ഞാൻ തള്ളപ്പൂച്ച വരുന്നവരെ എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ, അതുവരെ ഞാൻ വെച്ചേക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ വെച്ചിരുന്നു കേട്ടോ. ആളിപ്പോൾ ഞാനോട് ഭയങ്കര കൂട്ടായിട്ടോ. 2 ദിവസം കഴിഞ്ഞ് എന്നെ മറന്നു പോകുന്നില്ലെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാനുമായിട്ട് ആൾ ഓക്കെയാണ്. അപ്പോൾ കുറേ നേരം എൻ്റെ അടുത്തിരുന്നപ്പോൾ ഇച്ച പിന്നെ പറഞ്ഞു, ഇനി വേണ്ട, കൊണ്ടുവെക്കാം, ഇനി നീ എടുത്തുകൊണ്ടുവന്ന തള്ളപ്പൂച്ച നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് നമ്മളിതിനെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാൽ ചിലപ്പോൾ തള്ളപ്പൂച്ച നോക്കത്തില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇച്ച തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകാട്ടോ. ആദ്യം ഇച്ചയ്ക്കൊന്നും പെറ്റ്സിനെ ഇങ്ങനെ വലിയ ഇഷ്ടമല്ലായിരുന്നു. ഡോഗിനെ ഇഷ്ടമായിരുന്നു, പട്ടീനെ ഇഷ്ടമായിരുന്നു, പൂച്ചേനെ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാനായിട്ട് കൂടിയ ശേഷം ഇച്ചയ്ക്കും പൂച്ചേനെ ഭയങ്കര നല്ല കാര്യമാണ്. ഒരു കുറച്ചുകൂടെ അറ്റാച്ച്മെൻറ്റ് വന്നത് ഞാനോട് വന്നതിന് ശേഷം കേട്ടോ. ഇപ്പം അടുത്ത് കൊഞ്ചിക്കുന്നുണ്ട്, കാരണം ആളാകെ പഠിച്ചിരിയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളിതിനെ മുകളിൽ കൊണ്ടുവെക്കാൻ പോകണം, ടെറസിൻ്റെ മണ്ടയിൽ. അവിടെ തള്ളപ്പൂച്ച ഉണ്ടോയെന്ന് ഇല്ലെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് പോയി നോക്കി നോക്കാം. പിന്നെ ഇതിനെ നോക്കിയിരിക്കാൻ ഇവിടെ ആരുമില്ല. ഞാൻ നോക്കിക്കോളാം, ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് നോക്കിക്കോളാം. അത് കഷ്ടമുണ്ട്. അവിടെയാ കിടന്നത്, ആ ഷീറ്റ് കണ്ടോ? ആ ഷീറ്റിൻ്റെ അവിടെയാ കണ്ടോ? അതാ ഞാൻ പറഞ്ഞ ആ തള്ളപ്പൂച്ചനെ കുഞ്ഞിപ്പൂച്ചനെ വേറെ കാണുന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെ വെക്കാനാ ഇതിനെ തിരിച്ച്? ഞാൻ അവിടെ പോയി നോക്കട്ടെ, അവിടെ ഉണ്ടോ നോക്കട്ടെ. ഷീറ്റിൻ്റെ അടിയിലൊന്നും ഇല്ല, പാമ്പൊന്നും അതില്ല, ഇല്ല. ഇവിടെ പോയി ഇങ്ങനെ വെയിലടിക്കുക. അവിടെ പോയി നോക്കുക, താഴെ നിന്നോട്ടോ അതിൽ കേട്ടോ. കണ്ടോ, തള്ളപ്പൂച്ച ഇവിടെ ഒന്നുമില്ല. ഇന്നലെ ഇവിടെയാണ് തള്ളപ്പൂച്ചയും കുഞ്ഞും കിടന്നേ. അപ്പം അതിനെ കാണുന്നില്ല. എവിടെ കൊണ്ടാ നമ്മളതിനെ വെക്കുക? നമുക്ക് ഇച്ച അതിനെ കൊണ്ടുപോയോ? ഇച്ച അതിനെ കൊണ്ടുപോയോ? അയ്യോടാ, അതവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ടേ, പാവം. അമ്പോ ഒറ്റയ്ക്കോ? അല്ലാണ്ട് എന്താ ചെയ്യുക? അതിന്റെ തള്ള വരുമ്പോ അതിന്റെ അടുത്തെടുത്ത് വെച്ച് കൊടുക്കണം. കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. ശുണ്ടടിക്കണ ബാ. കുറേ നേരം ഞങ്ങൾ ഇരുന്നതിന് ശേഷം അതിൻ്റെ തള്ളപ്പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇട്ടാക്കുട്ടിയിൽ നിന്നും തിരിച്ച് തള്ളപ്പൂച്ചയുടെ അടുത്ത് കൊണ്ട് വെച്ചെടുത്ത്. അപ്പോൾ അതിന് മനസ്സിലായില്ല, ഞങ്ങളെ പേടിച്ച് ഓടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നാ ചെയ്തു, പിന്നെ എടുത്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചെടുത്തു. അപ്പോഴത്തേക്കും അത് കൊണ്ടുപോയില്ലേന്ന് നോക്കാമല്ലോ. അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുന്നതുകൊണ്ട് തള്ളപ്പൂച്ച വന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം മാറി നിന്ന് നോക്കാൻ വിചാരിച്ചേ. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തള്ളപ്പൂച്ചയെ കുഞ്ഞിപ്പൂച്ചേനെ എടുത്തുകൊണ്ട് പോയി കേട്ടോ. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, പക്ഷേ ഞാൻ നോക്കിയാൽ പിന്നെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് കണ്ടത് നമ്മുടെ വീട്ടിലെ അവക്കാഡയാണ്. അപ്പോൾ പറിക്കാൻ പാത്രം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബായ്.